എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നാം നടത്തുന്ന ഈ യാത്രയിൽ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ഹൃദയഭാഗത്തെത്തുന്നു. അവിടെ നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മഹത്തായ സ്മാരകം ഇന്ത്യ ഗേറ്റ്. പകൽ സൂര്യപ്രകാശത്തിലും രാത്രി വിളക്കുകളുടെ പ്രകാശത്തിലും ഇന്ത്യ ഗേറ്റിന്റെ ഭംഗി കാണുന്നവർ അത്ഭുതപ്പെടാതിരിക്കില്ല. പക്ഷേ കൂട്ടുകാരെ, ഇതൊരു വെറും മനോഹരമായ ആർച്ചല്ല. ഇതിന്റെ പിന്നിൽ വലിയൊരു ചരിത്രവും ആയിരക്കണക്കിന് വീരന്മാരുടെ രക്തസാക്ഷി കഥകളും അടങ്ങിയിരിക്കുന്നു. 1914 മുതൽ 1918 വരെ നടന്ന ഒന്നാം ലോകമഹായുദ്ധം ലോകത്തെ തന്നെ നടുക്കിയ ഒരു യുദ്ധമായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഇന്ത്യ അതിൽ വലിയൊരു പങ്ക് വഹിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള സൈനികരെ ബ്രിട്ടീഷ് സൈന്യത്തിൽ ഉൾപ്പെടുത്തി യൂറോപ്പിലെ യുദ്ധഭൂമികളിലേക്കും ആഫ്രിക്കയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും അയച്ചു. ആകെ ഏകദേശം 13 ലക്ഷം ഇന്ത്യൻ സൈനികർ ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തു. അതിൽ 70,000-ലധികം സൈനികർ ജീവത്യാഗം ചെയ്തു. കൂട്ടുകാരെ, ആ സൈനികരുടെ ജീവൻ അവർ സ്വന്തം രാജ്യത്തിനായി അല്ല, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനായി തന്നെയായിരുന്നു കൊടുത്തത്. പക്ഷെ അവർ ഇന്ത്യൻ രക്തമാണ്. അവരുടെ വീര്യവും ബലിയർപ്പണവും ഇന്നും ചരിത്രം മറന്നിട്ടില്ല. ചിന്തിച്ചു നോക്കൂ, റാവൽപിണ്ടിയിൽ നിന്നോ കേരളത്തിലെ ഏതെങ്കിലും ചെറിയൊരു ഗ്രാമത്തിൽ നിന്നോ പോയൊരു യുവാവ് യുദ്ധത്തിനായി ഫ്രാൻസിലെ മഞ്ഞുകട്ടിയുള്ള യുദ്ധഭൂമിയിൽ പോരാടുന്നു. അവർക്ക് ആ ഭാഷ അറിയില്ല, അവർക്ക് ആ ദേശം പരിചിതമല്ല. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കൽപ്പന അനുസരിച്ച് അവർ ജീവൻ പണയം വെച്ചു. ഫ്രാൻസ്, ഈജിപ്റ്റ്, മെസപ്പൊട്ടോമിയ ഈ സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യൻ സൈനികർ പോരാടി വീണു. ചിലരുടെ മൃതദേഹം സ്വന്തം നാട്ടിലേക്ക് പോലും തിരിച്ചു കൊണ്ടുവന്നില്ല. അവരുടെ പേരുകൾ മാത്രമാണ് ശേഷിച്ചത്. യുദ്ധം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു, ഈ ഇന്ത്യൻ സൈനികരെ സ്മരിക്കണം, അവരുടെ പേരുകൾ ചരിത്രത്തിൽ നിലനിർത്തണം. അങ്ങനെ ഡൽഹിയിൽ ഒരു വാർ മെമ്മോറിയൽ പണിയാൻ തീരുമാനിച്ചു. അവിടെ കൊത്തിവെക്കണം ജീവിതം കൊടുത്തവരുടെ പേരുകൾ. അത് തന്നെയാണ് പിന്നീട് ഇന്ത്യ ഗേറ്റായി മാറിയത്. കൂട്ടുകാരെ, ഇന്ത്യ ഗേറ്റ് ആദ്യം നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ തന്നെയാണ്. അത് അവരുടെ സാമ്രാജ്യത്തിന്റെ സ്മാരകമായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അത് ഇന്ത്യൻ ജനതയുടെ അഭിമാനമായി മാറി. ആദ്യകാലത്ത് ഇന്ത്യ ഗേറ്റിൽ നിന്ന് നടന്നിരുന്ന ചടങ്ങുകൾ ബ്രിട്ടീഷ് ഗവർണർ ജനറലിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇന്നത്തെ കാലത്ത് അതേ ചടങ്ങുകൾ ഇന്ത്യൻ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും നടത്തുന്നു. ചരിത്രത്തിന്റെ ഒരു വഴിത്തിരിവ് അല്ലേ? ഇങ്ങനെ കൂട്ടുകാരെ, ഇന്ത്യ ഗേറ്റിന്റെ കഥ നമ്മെ നേരിട്ട് ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ദിവസങ്ങളിലേക്ക് കൊണ്ടുപോയി. ആയിരക്കണക്കിന് ഇന്ത്യൻ വീരരുടെ രക്തത്താലാണ് ഈ സ്മാരകം നിലകൊള്ളുന്നത്. അവർ ഒരിക്കലും സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല. പക്ഷേ ഇന്ത്യ ഗേറ്റിന്റെ മതിലുകളിൽ കൊത്തിയിരിക്കുന്ന അവരുടെ പേരുകൾ ഇന്നും ചരിത്രത്തിന്റെ ജീവിച്ചിരിക്കുന്ന രേഖയാണ്. കൂട്ടുകാരെ, ഇപ്പോൾ നാം ഇന്ത്യ ഗേറ്റിന്റെ നിർമ്മാണത്തിന്റെ കഥ കേൾക്കാൻ പോകുന്നു. ഒരിക്കൽ ചിന്തിച്ചു നോക്കൂ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി രൂപപ്പെടുന്ന പുതിയ ഡൽഹിയുടെ ഹൃദയത്തിൽ എത്ര വലിയ സ്മാരകം നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചു. അത് വെറും ഒരു യുദ്ധസ്മാരകം മാത്രമല്ലായിരുന്നു, ഇന്ത്യക്കാർ നൽകിയ ത്യാഗത്തിന്റെ സ്ഥിരമായ അടയാളമാവണം. അതിനായി അവർ തിരഞ്ഞെടുത്തത് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ ശില്പശാസ്ത്രജ്ഞനായ സർ എഡ്വിൻ ലൂട്ടിയൻസിനെ ആയിരുന്നു.